ഇൻ ദ ഹോസ്പിറ്റൽ, അറ്റ് ദ ഹോസ്പിറ്റൽ എന്താണ് ഡിഫറൻസ്? ടോം ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ, ലിസ ഈസ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഇവിടെ ഒന്ന് ഇൻ ദ ഹോസ്പിറ്റൽ എന്നും അടുത്തത് അറ്റ് ദ ഹോസ്പിറ്റൽ എന്നുമാണ് നമ്മൾ കാണുന്നത്. ടോം ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ടോമിൻ്റെ അടുത്ത് ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ് ചേർത്തിരിക്കുന്നത്. അതായത് ടോം ഹോസ്പിറ്റലിലാണ്. എന്തായിട്ടാണ്? ടോം അവിടെ പേഷ്യൻ്റാണ്. ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ടോം അവിടെ പേഷ്യൻ്റാണ്. ലിസ ഈസ് അറ്റ് ദ ഹോസ്പിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലിസയുടെ അടുത്ത് അറ്റ് ദ ഹോസ്പിറ്റൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലിസ എന്തല്ല, പേഷ്യൻ്റ് അല്ല. ലിസ എന്തോ ആവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു പേഷ്യൻറ്റിനെ കാണാനോ മറ്റോ പോകുന്ന ആളാണ് ലിസ. അതുകൊണ്ടാണ് ലിസ ഈസ് അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു രോഗിയായിട്ട്, ഒരു പേഷ്യൻ്റായിട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മളെപ്പോഴും ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ ദ ബേബി വാസ് ഇൻ ദ ഹോസ്പിറ്റൽ, ബേബി ഹോസ്പിറ്റലായിരുന്നു. ഇവിടെയും എന്ത് തന്നെയാണ്? ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് ബേബിക്ക് അസുഖമായിരുന്നു, ബേബി പേഷ്യൻ്റായിരുന്നു. അതുകൊണ്ടാണ് ദ ബേബി വാസ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. ഡാഡ് ഈസ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഡാഡ് എന്തായിരുന്നു? അറ്റ് ദ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡാഡിന് എന്തില്ല, അസുഖമില്ല. പിന്നെ എന്താണ്? ഇത് വിസിറ്റ് ചെയ്യാനോ മറ്റോ വന്നതാണ്. അതുപോലെ ഇത് ഡോക്ടർ ഈസ് അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞതാണ്. ഡോക്ടർ ഹോസ്പിറ്റലാണ്. അത് ഡോക്ടറുടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഡോക്ടർ ഈസ് അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. അതേസമയത്ത് ഡോക്ടറും അസുഖമായിട്ട് പേഷ്യൻ്റായിട്ട് ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ അവിടെയും പറയേണ്ടത് ദ ഡോക്ടർ ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് തന്നെയാണ്. അതായത് ഒരു പേഷ്യൻ്റായിട്ട് ഹോസ്പിറ്റലിലുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. മറ്റെന്താ ആവശ്യത്തിനും അവിടെ പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? അറ്റ് ദ ഹോസ്പിറ്റൽ എന്നാണ്.